പട്ടിണി കിടന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അമിതവണ്ണം കുറയുന്നില്ലേ? അതുപോലെ തന്നെ ഷുഗർ, BP, കൊളസ്ട്രോൾ, അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, അകാല നര അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹൈ പ്രോട്ടീനായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത്. ഡെയിലി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലൊരു സ്മൂത്തി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്കുണ്ട് കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. തലേ ദിവസം രാത്രിയാണ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. രാവിലെ പിന്നെ വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനേ ഉണ്ടാവുള്ളൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സ് 1 ഗ്ലാസ് പച്ചവെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഓട്സ് തന്നെയാണ്. വേവിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ, വേവിക്കാതെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടതൊരു 4 ഈത്തപ്പഴമാണ്. അപ്പോൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഒരു 2-3 ഈത്തപ്പഴം വരെ ഡെയിലി അവർക്ക് കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പലരും പറയും ഈത്തപ്പഴത്തിൽ നല്ല മധുരമാണല്ലോ, ഷുഗറിൻ്റെ അളവ് കൂടില്ല. ഒരു 2 ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു 3 ഈത്തപ്പഴം കഴിച്ചു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പം വരാൻ പോണില്ല. നമ്മളിതിലൊക്കെ ഒട്ടും മധുരം ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഫാറ്റി ആയിട്ടുള്ള മിൽക്കോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല കേട്ടോ. 4 ഈത്തപ്പഴവും ഇതുപോലെ അതിൻ്റെ ഉൾഭാഗത്തുള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് ഓട്സിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നല്ല സ്മൂത്തി ആയിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ജ്യൂസിയാക്കി അടിക്കുമല്ലോ, ആ ഒരു ടൈമിൽ എടുത്താൽ മതി. പിന്നെ നമുക്കൊരു 4 ബദാം, അതും ഞാനിതവിടെ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മളെടുക്കുന്ന ചിയാ സീഡാണ്. നമുക്കെല്ലാവർക്കും അറിയാം വെയിറ്റ് കുറയാൻ 100% എഫക്റ്റുള്ളൊരു സംഭവമാണ് ചിയാ സീഡ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു സൈഡ് എഫക്റ്റും ഇല്ല, നമ്മൾ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇതൊന്ന് ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 2 ടീസ്പൂൺ വരെ ഒരു ദിവസം കഴിക്കാം. അപ്പോൾ ഇതാ രാവിലെയും നമ്മൾ ഈ ഒരു സ്മൂത്തിയാണ്. അതുപോലെ തന്നെ ഡിന്നറിനും ഇതുപോലൊരു സ്മൂത്തി എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ടായിരിക്കും കേട്ടോ. ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഒരു 3 കിലോ വരെ കുറക്കാനായിട്ട് പറ്റും. ഒപ്പം തന്നെ നമുക്ക് ശരീരത്തിന് യാതൊരു പ്രോബ്ലംസും ഉണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസൊക്കെ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ 1 ടീസ്പൂണോളം ഞാനിവിടെ ചിയാ സീഡ്സ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്ലെക്സീഡാണ്. ഈ ഒരു ചിയാ സീഡും ഫ്ലെക്സീഡും ഒക്കെ നമുക്ക് നട്ട്സൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഇത് വാങ്ങാനായിട്ട് കിട്ടും. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതിലൊക്കെ നല്ലോണം ഹൈ പ്രോട്ടീനൊക്കെ ഉണ്ട്. പ്രോട്ടീൻ നമ്മളെ ശരീരത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ തന്നെ വെയിറ്റ് അങ്ങനെ കുറഞ്ഞു പോകും കേട്ടോ, കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനും എല്ലാവർക്കും ഒത്തിരി നല്ലതാണ്. എന്ന് കരുതിയിട്ട് ഷുഗർ പേഷ്യൻസ് അങ്ങനെ ഒരുപാട് മെലിഞ്ഞ് ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അമിത വണ്ണമുള്ളവർക്ക് കൊളസ്ട്രോളും കൊഴുപ്പിനൊക്കെ നീക്കാൻ കളയാനും ഒക്കെ ഈ ഒരു ജ്യൂസ് നല്ലൊരു ബെറ്റർ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് രാവിലെ ആയപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ഒരു അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ജെല്ലി പോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിയാ സീഡ്, ബദാമും ഒക്കെ. ബദാമിൻ്റെ തൊലി കളഞ്ഞ് കൊടുക്കുന്നവർക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ട് കുതിർന്നിട്ടുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. 100% വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങളിത് കുടിക്കണം. അപ്പോഴേ നമുക്കതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അയ്യോ ഇതിപ്പം കുടിക്കണ വെറുതെ ആവും, ഇത്രയൊക്കെ സാധനം അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാണ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നമുക്ക് വെയിറ്റ് കുറയണം എന്നുള്ള കാര്യം. അപ്പോൾ പലർക്കും വെയിറ്റ് മൂലം ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലേ. നടക്കാൻ വയ്യാതെ, മുട്ടുവേദന, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് പോലും ധരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ നമുക്കിതാ 7 ദിവസം കൊണ്ട് 2 കിലോ വെയിറ്റ്. അപ്പോൾ ഞാൻ പറയണ്ടല്ലോ, ഒരു മാസം കൊണ്ട് എത്രയാണ് കുറഞ്ഞ് കിട്ടുക. ഇനി നമ്മൾ ഈ സംഭവങ്ങളൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം നമുക്കൊരു റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കുക. റോബസ്റ്റ പഴം ത്തിൻ്റെ പകരം നമുക്ക് ആപ്പിൾ ചേർക്കാം. നമുക്ക് സീസണിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലെക്സീഡാണ് ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പട്ട എല്ലാവർക്കും അറിയാം. പട്ടയിൽ നമുക്ക് വെയിറ്റ് കുറയാനുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർക്കുക. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് വെള്ളമാണ് കേട്ടോ. ഒരുപാട് ഒഴിച്ച് കൊള്ളാക്കേണ്ട, സ്മൂത്തി ആണല്ലോ, നല്ല തിക്കായിട്ടായിരിക്കും ഇത് നമുക്ക് കിട്ടുക. അപ്പോൾ അത്യാവശ്യത്തിന് മധുരം ഈ ഒരു റോബസ്റ്റ പഴത്തിലുണ്ട്, ഒപ്പം ഈത്തപ്പഴത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ മതിയാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്ന് കരുതിയിട്ട് ഒരിക്കലും പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കരുത്. നമ്മൾ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും നമ്മളെ മനസ്സിൽ വേണം. പഞ്ചസാര ചേർക്കുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഗുണങ്ങളൊന്നും അതിന് കിട്ടൂല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നട്ട്സ് ഞാൻ ബദാം എടുത്തുന്നുള്ളൂ. ബദാമിലൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആണല്ലോ. അതുപോലെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ എടുക്കാം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാനും ഒക്കെ ഒന്നുകൂടി തോന്നും അല്ലേ, ഒരിഷ്ടം തോന്നും. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ റോബസ്റ്റ പഴം പറ്റൂല എന്നുണ്ടെങ്കിൽ
നമുക്ക് ആപ്പിൾ എടുക്കാം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പഴം വെച്ചിട്ട് ഈ ഒരു ജ്യൂസി ആക്കി എടുക്കാം. അതുപോലെ തന്നെ നട്ട്സും ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എടുക്കുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് കൂടിപ്പോകരുത്. ഒരു 3-4 നട്ട്സ് അത്ര മാത്രം മതിയാവും. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചിയാ സീഡ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് സൂപ്പറാക്കി എടുക്കുക. യാതൊരു ഇതില്ല, ഒരു ചമർപ്പോ ഇല്ലാതെ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ കഴിക്കും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിങ്ങനെ എടുക്കുക. ഉച്ചയ്ക്ക് ഒരു കുഞ്ഞി കയ്യിൽ ഇച്ചിരി ചോറ് എടുക്കുക. ഈവനിങ്ങിൽ നമുക്കൊന്നെങ്കിൽ ഈ ഒരു സ്മൂത്തി തന്നെ ചെയ്യുക. രാത്രി ഒരു ചപ്പാത്തി അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബെറ്ററായിട്ട് 100% നിങ്ങൾക്ക് റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ഒപ്പം നമ്മളിങ്ങനെ വെറുതെ ഇത് കുടിച്ചിരുന്നാൽ മാത്രം പോരാ, നമ്മളെ ശരീരം നന്നായിട്ട് അനങ്ങണം. നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റൊക്കെ ഒന്ന് ഒരുക്കി കളയണമെങ്കിൽ ഈ ഒരു ജ്യൂസ് മതി. പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന ചില എക്സസൈസുകൾ നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് നടക്കുക, അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യാം. ജിമ്മിലൊക്കെ പോകാൻ പറ്റുന്നവർക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. ഒപ്പം മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക, ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കുക. ചോറിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാം കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞി കയ്യിൽ ചോറെടുക്കുക. കൂട്ടാൻ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും കേട്ടോ. കൂട്ടാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചക്കറി വെച്ചിട്ടുള്ള തോരൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. ഒപ്പം തന്നെ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എക്സസൈസാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്ക് 100% റിസൾട്ടാണ് കേട്ടോ ഈ ഒരു സ്മൂത്തി. ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു 2 ദിവസം നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ജിമ്മൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ജിമ്മിൽ പോയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റുക നടക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യാതൊരു മടുപ്പും തോന്നില്ല കേട്ടോ. ഞാനിന്ന് റോബസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ആപ്പിൾ എടുക്കുക, മറ്റന്നാൾ ഓറഞ്ച് എടുക്കുക. അങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു മടുപ്പില്ല, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നട്ട്സിന് നമുക്ക് പീനട്ട് എടുക്കാം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് എടുക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റം വരുത്താം. ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തല്ലോ, ആ ഒരു വെള്ളം ഒരിക്കലും നിങ്ങൾ റിമൂവ് ചെയ്യരുത്, ഒഴിവാക്കരുത്. അത് വേണം കേട്ടോ. മിക്സിൻ്റെ ചാറിലോട്ട് ഒഴിച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ അത് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് ആരോഗ്യ ഗുണങ്ങൾ ഒന്നുകൂടി കൂടും. അതുപോലെ തന്നെ നമ്മൾ അരിയാഹാരം ഒഴിവാക്കുന്നതോട് കൂടിയിട്ട് ഷുഗർ നമുക്ക് കൺട്രോളിലാകാൻ പറ്റും. ഒപ്പം കൊളസ്ട്രോള് കലിച്ച് കളയാനും ഒക്കെ ഈ ഒരു സ്മൂത്തി ബെറ്ററാണ്. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, അത് ഉറപ്പാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.